ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിരി മുകുന്ദന്റെ വീട്ടിലേക്ക് വന്ന് മഹിമയെ ഉപദേശിക്കുകയാണ്. മോളെ, നിന്റെ ഭാവി വെറുതെ കളയാൻ നിൽക്കണ്ട. നീ ഒരു ഡോക്ടർ ആവണമെന്നാണ് നിന്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നീ വെറുതെ കളഞ്ഞു കുളിക്കേണ്ട. വെറുതെ ഗോപാൽജിയുടെ പൈസ മോഷ്ടിക്കാനൊന്നും നീ നിൽക്കരുത്. ഒരിക്കൽ തെറ്റായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും കരകയറാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയണേ, ഇത് തന്നെയാണ് ഗിരി നിന്നെയും ഞങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത്. അപ്പോൾ ഗിരി പറയണേ, ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുപോലെയല്ല ഇത് എന്ന് പറയുമ്പോൾ ഹിമ പറയണേ, ഗിരിയേട്ടൻ കൂടുതൽ ഒന്നും ഉപദേശിക്കാൻ നിൽക്കണ്ട. എൻ്റെ ചേച്ചി വന്ന് ഇപ്പോൾ എന്നെ ഉപദേശിച്ചിട്ട് പോയി, എന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അല്ലേ ചേച്ചിയുടെ ഭർത്താവ് വന്ന് ഉപദേശിച്ചാൽ ഞാൻ അനുസരിക്കാൻ പോകുന്നത്. ഗിരിയേട്ടൻ ഗോപാലിനോട് ആ കാശിന്റെ കാര്യം അങ്ങ് മറന്നേക്കാൻ എന്ന് പറയുമ്പോൾ ഗിരി പറയണേ, മോളെ, നീ ഗുണ്ടകളെയും പോലീസുകാരെയും നീ അങ്ങ് മറന്നേക്ക്. പക്ഷേ അവിടെ ഞാൻ ഉണ്ടാവും, ഈ ഗിരി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി പോകുന്നത്. പിന്നീട് ഭാനു അമ്മയും മഞ്ജുവും ഗിരിയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിനോട് പറയണേ, ഗിരി എന്ത് ഭാവിച്ചിട്ടാണ് അവളോട് എത്ര പറഞ്ഞു കൊടുത്താലും അവളൊന്നും മനസ്സിലാക്കുന്നത് പോലും ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ ഭാനുമ്മ ചോദിക്കുകയാണ്, എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ നാളെ ഗോപാൽജിയുടെ പൈസ മോഷ്ടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ഭാനുമ്മ അത് കേൾക്കുമ്പോൾ എന്താ ഈ കുട്ടിക്ക് പറ്റിയത്? ആ കുട്ടി ഡോക്ടറായിട്ട് ഒരു നല്ല സ്ഥാനത്തേക്ക് എത്തേണ്ടതല്ലേ? പിന്നെ എന്തിനാണ് വെറുതെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒന്ന് അവളെ ഉപദേശിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ, ഞാനും മഹിമയും ചെറിയ ഒരു പിണക്കത്തിലാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളോളമായിട്ട് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ, ഇതൊക്കെ ചേച്ചിയുടെയും അനിയത്തിയുടെയും നാടകമാണ്. ഗോപാൽജിയുടെ പൈസ തട്ടിയെടുക്കാനുള്ള വെറും അഭിനയവും ഒത്തുകളിയുമാണ്. സഞ്ജു പറയാണ്, ആ സ്വപ്ന പറയുന്നതും ശരിയാണ്, ചേച്ചിയും അനിയത്തിയും കൂടി അഭിനയിക്കുകയാവും. മഞ്ജു പറയാണ്, എനിക്കങ്ങനെ അഭിനയിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത് നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഹിമ അങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഈ പറയാണ്, നീ സംരക്ഷിച്ചില്ലെങ്കിലും ഞാൻ സംരക്ഷിക്കും. ഞാൻ ആ പൈസ മഹിമ മോഷ്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ സഞ്ജു പറയണേ, നിങ്ങൾ രണ്ടുപേരും അതൊന്നും ചെയ്തില്ലെങ്കിലും അച്ഛൻ തന്നെ അതൊക്കെ ചെയ്തോളും. പിന്നെ മഹിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമാവും. അച്ഛൻ അവളെ പിന്നെ പുറം ലോകം കാണിക്കില്ല, അവളെ പിന്നെ അച്ഛൻ വെച്ചേക്കില്ല, അവളെ അങ്ങ് തീർത്തു കളയും എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജുവിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. എന്നിട്ട് മഞ്ജു സഞ്ജുവിന്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാണ്. എന്നിട്ട് പറയണം, എന്റെ തന്തയെങ്ങാനും എന്റെ അനിയത്തിയുടെ ദേഹത്ത് തൊട്ടാൽ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് നീയായിരിക്കും. അവസാന കാലത്ത് അയാളുടെ ചിതയ്ക്ക് തീ കത്തിക്കാൻ പോലും പിന്നെ നീ ഉണ്ടാവില്ല. അപ്പോ സ്വപ്ന പറയണേ, എന്റെ ഭർത്താവിനെ തല്ലിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും നിങ്ങളൊക്കെ നോക്കി നിൽക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയാണ്, അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിൽ ഞാൻ ഇടപെടുന്നില്ല, അത് അവർ തന്നെ തീർത്തോളൂ. നാളെ എന്ത് വന്നാലും ശരി, മഹിമയെ ഞാൻ ഇതിൽ നിന്നും തടത്തിയിരിക്കും എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ, അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗിരി പറയണേ, നിനക്ക് ഗോപാൽജിയോട് എത്രമാത്രം അധികം ദേഷ്യമുണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ എന്ന് കരുതി മഹിമ ചെയ്യാൻ പോകുന്ന തെറ്റിന് നീ കൂട്ടു നിൽക്കരുത് എന്ന് പറയുമ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിച്ചിട്ട്, എൻ്റെ അനിയത്തി ചെയ്യാൻ പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പറയാൻ ഗിരിയേട്ടന് ഒരു അവകാശവുമില്ല. എൻ്റെ അച്ഛനെ കൊന്ന ആളുടെ കൂടെയാണ് ഗിരിയേട്ടൻ ഇപ്പോഴും നടക്കുന്നത്. ഞാനിട്ട എന്റെ യൂണിഫോമിനെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗോപാലൻ നിത്യയുടെ പേരിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത് തന്നെ അയാളുടെ കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ അയാൾക്ക് നാളെ കാവൽ നിൽക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് മഞ്ജു റൂമിലേക്ക് പോവാൻ കേട്ടോ. അപ്പോ സഞ്ജുവും സ്വപ്നയും അവരും റൂമിലേക്ക് പോവാണ്. അപ്പോ മാനുമ്മയോട് പറയണേ, മഹിമ വെറുതെ പറഞ്ഞതാവും, ഗോപാലനെ വെറുതെ പേടിപ്പിക്കാനേ എന്ന് പറയുമ്പോൾ ഗിരി പറയണേ, ഇല്ല അമ്മേ, മഹിമ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ ചെയ്തിരിക്കും. സഞ്ജുവും സ്വപ്നയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സഞ്ജു പറയാണ്, മഹിമ വെറുതെ പറഞ്ഞതാവും, അവൾക്ക് എന്തറിയാം മോഷണത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാണ്, മഹിമ അങ്ങനെ വെറുതെ പറയത്തൊന്നുമില്ല, അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാവും നാളെ അവിടേക്ക് വരുന്നത്. അപ്പം നീ പറഞ്ഞു വരുന്നത് അച്ഛൻ്റെ കാശ് അവൾ എടുത്തുകൊണ്ട് പോകുമെന്നാണോ? അതെ, ഉറപ്പായും അവൾ കൊണ്ടുപോകും. അയ്യോ ഈശ്വര, അത് പറ്റില്ലല്ലോ, അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ്, നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശാണ്. ഇതിനെന്തിനാ സഞ്ജുവേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? സഞ്ജുവേട്ടനൊന്നുമല്ലല്ലോ ആ കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, ഗോപാൽജി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയട്ടോ. എങ്കിലും വീട്ടിൽ ഇങ്ങനെ ഒരു മോഷണം നടക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാനും കൂടി നാളത്തെ ഫംഗ്ഷന് പോയാലോ? എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, എങ്ങാനും മഹിമയെ എൻ്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ എനിക്കതൊരു ലോട്ടറി അടിച്ചതുപോലെ ആവില്ലേ എന്ന് പറയുമ്പോൾ അതിലൊന്നും വേണ്ട, മഹിമ നാളത്തെ കാര്യത്തിൽ വിജയിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ആ കാശിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ശാലിനിക്കും ഗിരിക്കും എന്ന് പറയുമ്പോൾ അതേല്ലോ. അപ്പം പിന്നെ എന്തിനാണ് വലിഞ്ഞു കയറി അവിടേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്നത്? ആ പൈസ മോഷ്ടിക്കപ്പെട്ട മഹിമ കൊണ്ടുപോയാൽ ആരെയാണ് പിന്നെ ഗോപാൽജി കുറ്റപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? ഗിരിയെയും ശാലിനിയും ആണല്ലോ. അപ്പോൾ പിന്നെ സഞ്ജുവേട്ടൻ എന്തിനാണ് അവിടേക്ക് വലിഞ്ഞു കയറി ചെല്ലാൻ വേണ്ടി പോകുന്നത്? ഗോപാൽജി പിന്നെ ശാലിനിയെ വെറുക്കുകയാണ് ചെയ്യുക. അതോടുകൂടി ഗോപാൽജിക്ക് സഞ്ജുവേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരും. അത് മാത്രം മതി നമുക്ക് ജയിച്ചു കയറാൻ. ആ കാരണം കൊണ്ട് തന്നെ ഗോപാൽജി നമ്മളെ ആ വീട്ടിൽ
വീട്ടിലേക്ക് വിളിക്കും എന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിൽ മഹിമ നാളെ ആ പണം മോഷ്ടിക്കണം, അതല്ലേ വേണ്ടത് എന്ന് സഞ്ജു ചോദിക്കുമ്പോൾ അതെ, മഹിമ വിജയിക്കണം, അതാണ് നമുക്കുള്ള വിജയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ കൂടി മഹിമയെ സഹായിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ എന്ന് ചോദിക്കാട്ടോ. സഞ്ജു പറയണേ, എനിക്ക് ആ ലോക്കർ ഇരിക്കുന്നതിൻ്റെ എല്ലാ മുക്കും മൂലയും എനിക്കറിയാം. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിമാർ ചിലരൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരുമാണ്. അതുകൊണ്ട് നാളെ മഹിമ അവിടേക്ക് വരുമ്പോൾ അവളെ സഹായിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞാൽ മതി, അവർ അത് ചെയ്തോളും. കുറച്ചു നേരത്തേക്ക് അവർ കണ്ണടച്ചോളും. എനിക്ക് മഹിമയെ ഇഷ്ടമില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം, പക്ഷേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നല്ലേ പറയാ. നമുക്ക് നാളെ തന്നെ മഹിമയെ ഒന്ന് കണ്ടാലോ. പിറ്റേ ദിവസം തന്നെ മഹിമയെ അവർ വിളിച്ചു വരുത്താൻ കേട്ടോ. എന്നിട്ട് മഹിമ ചോദിക്കുകയാണ്, അല്ല എന്തിനാണാവോ നിങ്ങൾ എന്നെ വിളിച്ചത്? എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 മുഖങ്ങളാണ് നിങ്ങളുടേത് എന്ന് പറയട്ടോ. എനിക്ക് ഒരുപാട് പണിയുണ്ട്, എന്താന്ന് വെച്ചാൽ ആര്യം പറ എന്ന് പറയട്ടോ. അങ്ങനെ അവർ പറയണ, നാളെ നീ മോഷ്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് കേട്ടല്ലോ, അപ്പോൾ പിന്നെ നിന്നെ ഒന്ന് സഹായിക്കാം എന്ന് കരുതി. കാരണം നിത്യയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഗോപാൽജി ചെയ്യുന്നതിനോടൊന്നും ഞങ്ങൾക്കും തീരെ താല്പര്യമില്ല. കാരണം ഒരു പാവം പെൺകുട്ടിയെ ഇടിച്ചു കൊന്ന ശേഷം എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവളുടെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങാൻ പോകുന്നു. അതിനൊന്നും എനിക്കും കൂട്ടു നിൽക്കാൻ കഴിയില്ല. അച്ഛൻ ചെയ്യുന്ന ഈ തെറ്റ് എനിക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹിമേ ഞങ്ങൾ നിന്നെ സഹായിക്കുന്നത് എന്ന് സഞ്ജു പറയുമ്പോൾ മഹിമ പറയണേ, കയ്യടിച്ചോണ്ട് പറയണേ, നിങ്ങളുടെ മാർഗം ഏതായാലും കൊള്ളാം, നിങ്ങൾക്ക് എന്തോ ഉപകാരമുള്ള കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സ്വപ്ന പറയണേ, അങ്ങനെയൊന്നും അല്ല മഹിമേ, ഞങ്ങൾ നിത്യയെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ മഹിമ പറയണേ, നിങ്ങൾക്ക് 2 പേർക്കും എന്തോ ഗുണമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടക്കാനും പോകുന്നില്ല. ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. പക്ഷേ ഞാൻ ഇക്കാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തോ ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ തൽക്കാലം ഇപ്പോൾ ഞാൻ അതൊന്നും നോക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പം എല്ലാ ചുമതലയും നടത്തുന്നതും ശാലിനിയാണല്ലോ. അപ്പോൾ ശാലിനി തോറ്റുപോവുകയും ചെയ്യും. ഗോപാലൻ്റെ മുന്നിൽ നിങ്ങൾക്ക് 2 പേർക്കും പിടിച്ചു നിൽക്കാനും പറ്റും. പിന്നെ അതുവഴി നിങ്ങൾക്ക് ഗോപാലൻ്റെ വീട്ടിലേക്ക് കയറി പറ്റാലോ. അത് തന്നെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ, ഞങ്ങളുടെ ഉദ്ദേശം എന്താണെങ്കിലും നിനക്ക് കുഴപ്പമില്ല. നിന്നെ ഒന്ന് സഹായിക്കുന്നത്, നീ എന്തായാലും നാളെ അച്ഛൻ്റെ പണം മോഷ്ടിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ നിന്നെ ഒന്ന് സഹായിക്കാം എന്ന് കരുതി, അത്രയേ ഉള്ളൂ. നീ മോഷ്ടിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ പോയാലും ഉപകാരം തന്നെയാണ്. അപ്പോൾ പിന്നെ നിന്നെ ഒന്ന് സഹായിക്കാം എന്ന് കരുതി, അത് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയട്ടോ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, പോലീസും ഗിരിയും ഒക്കെ ഉണ്ടാവും അവിടെ. അവരുടെ കണ്ണു വെട്ടിച്ച് നിന്റെ ഉദ്ദേശം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറയുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടാകും എന്നും പറഞ്ഞ് മഹിമ പോവുകയാണ്. സഞ്ജു പറയണേ, എന്തൊരു ചങ്കൂറ്റമാണ് അവൾക്ക്, അവളെ സമ്മതിക്കണം എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ, ഇതിന് ചങ്കൂറ്റം എന്നല്ല പറയാ, ഇതിന് മണ്ടത്തരം എന്നാണ് പറയേണ്ടത്. അവളെ നാളെ എല്ലാവരും കൂടി ചേർന്ന് പിടിക്കും, അതോടുകൂടി എല്ലാം പൊളിയും എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയല്ലേ, അവള് നാളെ കാശ് കൊണ്ട് പോയാലാണ് നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. പിന്നീട് ഗോപാലനും ശാലിനിയും കൂടി ലോക്കറിൻ്റെ അവിടെ നിന്ന് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പോലീസുകാരെല്ലാവരും ഉണ്ടാവും, മഞ്ജു ഒക്കെ ഉണ്ടാവും. അങ്ങനെ അരവിന്ദാക്ഷൻ സാറ് വന്ന് ചോദിക്കുകയാണ്, അല്ല ലോക്കറിൽ എടുത്തു വെച്ച പണം സേഫ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് സേഫാണ്, അതിൽ ലോക്കർ തുറക്കാനുള്ള കീയൊക്കെ എൻ്റെ കയ്യിലാണുള്ളത്. പിന്നെ അവിടേക്ക് കടക്കാനുള്ള ഡോറിൻ്റെ കീ ആണെങ്കിലോ ശാലിനിയുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് ആർക്കും തന്നെയും ഇനി അതിലേക്ക് കടക്കാനൊന്നും ഒരു വഴിയുമില്ല. അങ്ങനെയുള്ള കള്ളനെ ഞാനൊന്ന് കാണട്ടെ എന്ന് ശാലിനി പറയുമ്പോൾ മഞ്ജു പറയണേ, അങ്ങനെ അധികം ആത്മവിശ്വാസമൊന്നും വേണ്ട, മഹിമ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പോൾ അനിത പറയണേ, അത് നമുക്കൊന്ന് കാണാലോ, ആരാണ് ഇവിടുന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് എന്ന് പരിഹാസത്തോടു കൂടി പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് മതി നിർത്തിയേക്ക് എന്ന് പറയട്ടോ. അപ്പോൾ ശാലിനി പറഞ്ഞു, എന്തിനാ സാറേ വെറുതെ ചൂടാകുന്നത്, ഇവളിപ്പോൾ ഇവിടേക്ക് വന്നത് തന്നെ സ്വന്തം അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവളെ എങ്ങനെയെങ്കിലും അറസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ജു പറയണേ, തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം, എൻ്റെ അനിയത്തി തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്, എൻ്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്തു. ഈ സമയം ഗിരി ഗുണ്ടകളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടോ, ഈ അവിടെ നിൽക്ക്, നീ മറ്റേ സ്ഥലത്ത് നിൽക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. സംശയം തോന്നുന്ന ആരെയും പിടിച്ച് ചോദ്യം ചെയ്തിരിക്കണം എന്നൊക്കെ ഗിരി ഗുണ്ടകളെ ഉപദേശിക്കാണ്ടോ. ഈ സമയത്താണ് ഗിരിക്ക് ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ആ ഫോണിൽ സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോഴാണ് തുടർന്നൊരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ആ മെസ്സേജിൽ എഴുതിയിട്ടുണ്ടാവും, അമ്മ ബാത്റൂമിൽ വീണു എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അത് കാണുന്ന സമയത്ത് ഗിരി ആകെ പരിഭ്രമിക്കുകയാണ്. അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്, സാറേ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണെന്ന് പറയട്ടെ. അപ്പോൾ ഗോപാലനും ശാലിനിയും കൂടി അവിടെ അരവിന്ദാക്ഷൻ സാറുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ശാലിനി പറയണേ, അത് ശരിയാവില്ല, ഗിരി ഇപ്പോൾ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോൾ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അമ്മ ബാത്റൂമിൽ വീണു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ ഉറപ്പായും വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ, എങ്കിൽ ഞാനും കൂടി വരാം ഗിരിയേട്ട എന്ന് പറയുമ്പോൾ, അത് വേണ്ട, നീ ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞ് അവിടെ
അവിടെ നിർത്തുക കേട്ടോ. എന്നിട്ട് ഗിരിയോട് പറയാണ് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ എനിക്ക് വിളിക്കണേ ഗിരിയേട്ട എന്ന് പറയാണ്. അങ്ങനെ ഗിരി വെപ്രാളം പിടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പർദ്ദയിട്ട ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ടാവും. അപ്പോൾ ഗിരി പെട്ടെന്ന് ആ സ്ത്രീയുമായിട്ടൊന്ന് കൂട്ടിമുട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരി സോറി പറഞ്ഞ ശേഷം പോവുകയാണ്. അപ്പോൾ പർദ്ദയിട്ട സ്ത്രീയുടെ കണ്ണുകൾ മാത്രമാണ് കാണുന്നുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ആ പർദ്ദയിട്ട സ്ത്രീ മുഖം മൂടി അങ്ങ് മാറ്റുന്ന സമയത്ത് അത് മഹിമയായിരിക്കും കേട്ടോ. അങ്ങനെ മഹിമ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ ആർക്കും ഒരു സംശയമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നേരെ ആ ലോക്കർ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോലീസുകാരുണ്ടാവും. അപ്പോൾ പോലീസുകാർ അവിടെ തടഞ്ഞു നിർത്തി അവരെ ചോദ്യം ചെയ്യുകയൊക്കെയാണ്. അത് ബിജുക്കുട്ടനായിരിക്കും ചോദ്യം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ബിജുക്കുട്ടനും ഒരു സംശയവും കൂടാതെ ബിജുക്കുട്ടന് മഹിമയ്ക്ക് വഴിയും കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ജു പെട്ടെന്ന് പർദ്ദയിട്ട സ്ത്രീയെ കാണുമ്പോൾ ഒരു സംശയം വരിക കേട്ടോ. എന്നിട്ട് ആ പർദ്ദയിട്ട സ്ത്രീയുടെ പുറകെ മഞ്ജു ചെല്ലുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവരെ അങ്ങ് പിടിച്ചിട്ട് പറയണേ, മഹിമേ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, എനിക്ക് നിന്നെ മനസ്സിലായി എന്ന് പറയുമ്പോൾ മഹിമ സൗണ്ട് മാറ്റിയിട്ട് പറയാണ്, സാറേ നിങ്ങൾ ആരെയാണ് ഈ പറയുന്നത്? എൻ്റെ പേര് മൈമൂന എന്നാണല്ലോ, പിന്നെ എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ വെറുതെ നുണ പറയാൻ നിൽക്കേണ്ട മഹിമേ, നിൻ്റെ പർദ്ദ മാറ്റിക്കുക എന്ന് പറയുമ്പോൾ, ഇല്ല ഇത് മാറ്റാൻ കഴിയില്ല, ഇത് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല സാറേ എന്ന് പറയട്ടോ. അങ്ങനെ പറയരുത് മഹിമ, എനിക്ക് നിന്നെ മനസ്സിലായി, നീ മഹിമയാണെന്നുള്ളത് മനസ്സിലായി, നീ എത്ര തന്നെ എന്ത് തന്നെ ചെയ്താലും നിന്നെ ഞാൻ ഇതിന് അനുവദിക്കില്ല, നീ ഇപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടി വരും എന്ന് പറയണം. അപ്പോഴത്തേക്കും മഹിമ ബാഗിൽ നിന്നും സിറിഞ്ച് എടുക്കുകയാണ്. എന്നിട്ട് മഹിമ മഞ്ജുവിൻ്റെ തൊടയിൽ അങ്ങ് വെക്കുകയാണ് കേട്ടോ. അതോടുകൂടി സിറിഞ്ച് അമർന്നതോടുകൂടി പെട്ടെന്ന് മഞ്ജുവിൻ്റെ ബോധം അങ്ങ് പോവുകയാണ്. അങ്ങനെ മഞ്ജുവിനെ പിടിച്ചുകൊണ്ട് അപ്പുറത്തെ ഒരു കസേരയിൽ കൊണ്ടുപോയി ഇരുത്തുക കേട്ടോ. എന്നിട്ട് മഞ്ജുവിൻ്റെ വയറ്റിൽ കൈവച്ച ശേഷം പറയാണ്, ഈ ചെറിയമ്മ ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അമ്മയും കുഞ്ഞും ചാച്ചിക്കോ എന്നും പറഞ്ഞ് മഹിമ അവിടെ നിന്ന് മാറി നിൽക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ശാലിനി വരുന്നത്. അങ്ങനെ ശാലിനി കാണുന്ന സമയത്ത് മഞ്ജു നല്ല ഉറക്കത്തിലാവട്ടോ. അപ്പോൾ ഇവളെന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്, ഇവളോട് ഇവിടെ സെക്യൂരിറ്റി ആയി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവളിപ്പോൾ എന്താ സുഖമായിട്ട് ഉറങ്ങുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശാലിനി മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ മഞ്ജുവിനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ ശാലിനി, എണീക്കിടെ ഇനി എന്താ കണ്ണ് തുറക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ ഒരുപാട് തട്ടി വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും മഞ്ജു എണീക്കുന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വടിയെടുത്ത് ശാലിനിയുടെ തലയ്ക്ക് ഒരടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ മഹിമ. എന്നിട്ട് ശാലിനിയുടെ കയ്യിലുള്ള ആ ചാവി എടുത്തുകൊണ്ട് ലോക്കറിൻ്റെ അവിടേക്ക് ചെന്ന് ആ ലോക്കറിൻ്റെ ഡോറ് തുറക്കുകയാണ്. എന്നിട്ട് ഡ്രിൽ മെഷീനോട് ലോക്കറിൻ്റെ പൊട്ടിക്കുകയാണ്. എന്നിട്ട് കൂളായിട്ട് തന്നെ അതിലിരിക്കുന്ന എല്ലാ പൈസയും മഹിമ നേരെ ബാഗിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ലോക്കറൊക്കെ അടച്ച ശേഷം ഡോറും അടച്ച ശേഷം മഹിമ അവിടെ നിന്നും കൂളായിട്ട് തന്നെ ഇറങ്ങി പോവാൻ കേട്ടോ. അങ്ങനെ ഗോപാലൻ കുറച്ച് കഴിഞ്ഞ് വന്നു നോക്കുന്ന സമയത്താണ്, ലോക്കർ പരിശോധിക്കുന്ന സമയത്താണ് അതിൽ ഒരു രൂപ പോലും കാണില്ല കേട്ടോ. അതോടുകൂടി ഗോപാലിന് ഒരു തളർച്ച പോലെ വരികയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനും ഒക്കെ വരിക കേട്ടോ ഗോപാലൻ്റെ ആ വിളി കേട്ടിട്ട്. അപ്പോൾ മഞ്ജുവും ശാലിനിയും തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ അവരെയൊക്കെ വെള്ളം മുഖത്തേക്ക് തെളിച്ചു കൊടുത്ത ശേഷം അവരെയൊക്കെ ഉണർത്തുകയാണ്. എന്നിട്ട് എന്താ ഉണ്ടായത് മഞ്ജു എന്ന് അരവിന്ദാക്ഷൻ സാറ് പറയുന്ന സമയത്ത് മഞ്ജു പെട്ടെന്നങ്ങ് പരിഭ്രമത്തോട് കൂടിയിട്ട്, അത് പിന്നെ സാർ എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് വഴുതി മാറാൻ കേട്ടോ. മഹിമ വന്നു എന്നുള്ള കാര്യം മഞ്ജു തൽക്കാലത്തേക്ക് ആരോടും പറയുന്നില്ല. അങ്ങനെ ശാലിനി പറയാണ്, എൻ്റെ തലയ്ക്ക് ആരോ ഒരു വടി കൊണ്ട് അടിച്ചു, അത്ര മാത്രമാണ് എനിക്ക് അറിയുള്ളൂ, ഞാൻ ആരാണെന്നുള്ളതൊന്നും കാണാൻ പറ്റിയില്ല എന്നൊക്കെ ശാലിനി അരവിന്ദാക്ഷൻ സാറിനോട് പറയാണ്. അപ്പോഴത്തേക്കും മഹിമ ആരും അറിയാതെ മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഗോപാൽജിയോട് മീഡിയക്കാരൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ മുന്നിലൊക്കെ ഗോപാലൻ അങ്ങ് പരിങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ മീഡിയക്കാർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തുക മൊത്തം കള്ളപ്പണമായിരുന്നു, അപ്പോൾ നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നിത്യയുടെ പേരിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് തുടങ്ങാൻ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാലിന് ഉത്തരമുട്ടാണ് കേട്ടോ. എന്നിട്ട് ഗോപാലൻ നെഞ്ചുവേദനിച്ച് അവിടെ അങ്ങ് ബോധം കെട്ട് വീഴാണ്. മീഡിയക്കാരൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഗോപാലന് മഹിമ ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോപാലൻ മഹിമയെ പരിഹസിച്ചുകൊണ്ട് പറയാണ്, എന്താടി നീ ഇന്ന് എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോവാൻ നീ മോഷ്ടിക്കാൻ വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ ചിരിച്ചുകൊണ്ട് ഗോപാലനോട് പറയണേ, അതിന് നിൻ്റെ ലോക്കറിൽ പോയി നീ നോക്ക് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ഗോപാലൻ വെപ്രാളം പിടിച്ചുകൊണ്ടാണ് ലോക്കറിൻ്റെ അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതിൽ ഒരു രൂപ പോലും കാണാത്തത് കൊണ്ട് ഗോപാലൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ഗിരിയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഭാനുഅമ്മ ബാത്റൂമിൽ വഴുക്കി വീണ് എന്നുള്ളതൊക്കെ ഒരു ഫേക്കായ മെസ്സേജ് ആയിരിക്കും കേട്ടോ. ഭാനുഅമ്മയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ ഭാനുഅമ്മയ്ക്ക് ഒരു പ്രശ്നവും
പ്രശ്നവുമില്ല എന്ന് കാണുമ്പോൾ ഗിരി വെപ്രാളം പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഗോപാലൻ്റെ അടുത്തേക്ക് വരുന്നത്. എങ്ങനെ ഗോപാൽജിയുടെ ലോക്കറിൽ 1 രൂപ പോലും ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുകയാണ്. അപ്പോൾ മഞ്ജുവും ഗിരിയും ശാലിനിയും അങ്ങനെ അരവിന്ദാക്ഷൻ സാറും അങ്ങനെ പോലീസുകാരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിശയിച്ചു പോവാണ്. അപ്പോഴത്തേക്കുമാണ് മീഡിയക്കാർ വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഗോപാലനോട് ഓരോ ചോദ്യവും ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് നിങ്ങൾ കള്ളപ്പണമാണ് ഈ ട്രസ്റ്റിൻ്റെ പിറകിൽ നിങ്ങൾ നടത്താൻ പോയത് എന്നുള്ള ഓരോ ചോദ്യവും ചോദിക്കുമ്പോൾ ഗോപാലൻ അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശാലിനി ഗിരിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, നീ കൂടി അറിഞ്ഞിട്ടാണ് ഇത്രയും പണം ഞങ്ങളുടെ ലോക്കറിൽ നിന്നും നഷ്ടപ്പെട്ടത്. അപ്പോൾ നീയും മഹിമയും കൂടി ചേർന്ന് നടത്തിയ നാടകമാണെന്ന് പറഞ്ഞ് ശാലിനി ഗിരിയെ വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ഗോപാലനും ഗിരിയെ കുറ്റപ്പെടുത്താണ്. ആ സമയത്ത് ഗിരിക്ക് കുറേശ്ശെ അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുകയാണ്. ശാലിനി മഞ്ജുവിനെയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ പറയുന്നത്. മഞ്ജു ഒക്കെ വെറുതെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചതാണെന്ന് പറയുമ്പോൾ മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഗിരി പറയാണ്, അവൾക്കിതിൽ ഒരു പങ്കുമില്ല, അവൾ ഇതിൽ നിരപരാധിയാണെന്ന് പറയുമ്പോൾ ആദ്യം നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്ക് എന്ന് ശാലിനി ഗിരിയോട് പറയാണ്. അങ്ങനെ ഗോപാലനോട് മീഡിയക്കാർ ഓരോ ചോദ്യവും ചോദിക്കുമ്പോൾ ഗോപാലൻ പതറിക്കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഇൻകം ടാക്സുകാർ നിങ്ങളുടെ വരുമാനത്തിനെ കുറിച്ചൊന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗോപാലൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗോപാലിന് ഒരു നെഞ്ചുവേദന വരികയാണ് കേട്ടോ. അതോടുകൂടി എല്ലാവരും കൂടി ചേർന്ന് ഗോപാലനെ ആശുപത്രിയിൽ എത്തിക്കണം.